CMRL കേസിൽ SFIOയ്ക്ക് ദില്ലി ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. നിലവിലെ ഹർജിയിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുന്നത് വരെ വിചാരണ കോടതിയിലെ നടപടി തുടരാനാവില്ലെന്ന് കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൽ റഷീദ് ചേരുന്നു. അബ്ദുൽ റഷീദ്, തുടർച്ചയായ രണ്ടാം ദിനത്തിലും ദില്ലി ഹൈക്കോടതിയിൽ നിന്ന് SFIOയ്ക്ക് തിരിച്ചടിയാണ് ലഭിക്കുന്നത്. മാത്രമല്ല, കോടതിയെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് SFIO നടത്തിയത് എന്ന അടക്കമുള്ള വിമർശനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് നടന്നത് കോടതിയിൽ? അജിംഷാദ്, തീർച്ചയായും രണ്ടാം ദിവസവും CMRL കേസിൽ SFIOക്ക് എതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവുമായി ബന്ധപ്പെട്ട വലിയ രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു. പ്രധാനമായും നേരത്തെ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ലംഘനങ്ങൾ SFIO നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനം ദില്ലി ഹൈക്കോടതി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ദില്ലി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും നിലവിലെ ഹർജികൾ ഹൈക്കോടതിയിൽ തീരുമാനം എടുക്കുന്നതുവരെ മറ്റു തുടർ നടപടികൾ എടുക്കാനാകില്ല എന്നതുമായി ബന്ധപ്പെട്ട നീക്കത്തിലേക്കാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി പ്രധാനമായും കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് CMRL കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവുകയും പിന്നീട് അതിനെ ദില്ലി ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഈ ഉത്തരവിലൂടെ പ്രധാനമായും ദില്ലി ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നത്. ശരി, റഷീദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.